could cough out. ഹായ് ആൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. സാറ്റർഡേ ആണ്. എനിക്ക് വേണ്ടത് നിൽക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു, വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സമയം ഇപ്പം 6:45 ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എഴുന്നേറ്റതേ ഉള്ളൂ. ജിമ്മിൽ പോകണം, പിന്നെ വന്നിട്ട് ബാക്കിയുള്ള പരിപാടി. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ടാവട്ടെ. രാത്രിയിലിട്ട് ക്രീമും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ അപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് കാണാം. അപ്പം എപ്പോഴും എഴുന്നേൽക്കുന്ന പോലെ എഴുന്നേറ്റിട്ട് ഞാൻ കർട്ടൻസൊക്കെ മാറ്റുകയാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ട്രൈപോഡ് ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയി കേട്ടോ. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആംഗിളിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഫോൺ വേറെ എന്തെങ്കിലും ഒരു ബോട്ടിലോ എന്തെങ്കിലും സപ്പോർട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കർട്ടൻസൊക്കെ മാറ്റിയിട്ട് അപ്പോഴത്തേക്കും നല്ല വെളിച്ചം വരും. അപ്പോഴത്തേക്കും ഒരു ഞാൻ പറഞ്ഞ 6:45 എഴുന്നേറ്റ്. അപ്പം നല്ല വെട്ടമൊക്കെ വന്നു. പിന്നെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ച് ബെഡൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ ആക്ച്വലി എൻ്റെ ബെഡ് കിടക്കുന്ന ഒരു കോർണറിലോട്ടാണ്. അപ്പോൾ അവിടെ വരെ ഫാനിൻ്റെ കാറ്റെത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ മിഡിലാക്കിയിട്ടിട്ടാണ് കിടന്നുറങ്ങാറ്. അങ്ങനെ ഞാൻ സെറ്റായി രാവിലെ. ഓക്കെ, അപ്പോൾ ഞാൻ ഫ്രഷായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജിമ്മിലേക്ക് പോകാനുള്ള ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ആക്ച്വലി എൻ്റെ ട്രൈപോഡ് നശിച്ചു കേട്ടോ. അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് ഫോണ് പ്ലേസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. സോ ഓക്കെ, അപ്പോൾ നമുക്ക് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ജിമ്മിലേക്ക് പോകാമെന്ന് നോക്കാം. ഇത് ഞാൻ പുതുതായിട്ട് വാങ്ങിയൊരു കോമ്പാണ്. നല്ല കോമ്പാണ്, നല്ല രസമുണ്ട്. ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് ട്രൈ ഔട്ട് ചെയ്യണം. ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ചിലതിനൊക്കെ എനിക്ക് റിസൾട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യം എനിക്ക് കിട്ടുന്നില്ല. അതൊക്കെ നമുക്ക് വേറെ വീഡിയോസിൽ പറയാം. സോ ഇന്നലെ എനിക്ക് ലെഗ് ഡേ ആയിരുന്നു. യൂഷ്വലി ലെഗ് ഡേ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പിറ്റേ ദിവസം ഓഫ് എടുക്കാറാണ് പതിവ്. ബട്ട് ഇപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റില്ല. അതിനൊരു കാരണമുണ്ട്. ആ കാരണവും ഞാൻ പറയാം. തൽക്കാലം ഞാനൊരു പോണിറ്റെയിൽ പോലെ ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജിമ്മിലോട്ട് ചെന്നിട്ട് നമുക്കിത് പുട്ടപ്പ് ചെയ്യാം. പോണിറ്റെയിലാണെങ്കിൽ എനിക്ക് കാർഡിയോ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. സോ പോണിറ്റെയിലാണെങ്കിൽ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെള്ളം കഴിക്കാം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ജിമ്മിൽ ഇപ്പം മുടങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ജിമ്മിൽ മുടങ്ങാൻ പറ്റില്ല എന്നല്ല, വർക്കൗട്ട് മുടക്കാത്തതിൻ്റെ കാരണം ഇതാണ് കേട്ടോ. ആക്ച്വലി ഞാനൊരു സപ്ലിമെൻ്റ് എടുക്കുന്നുണ്ട്. L-കാർണിറ്റൈൻ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഒരു സപ്ലിമെൻ്റാണ്. അതായത് കൺവേർട്ട് അവർ ഫാറ്റ് ഇൻറ്റു എനർജി എന്നാണ് ഇതിൻ്റെ ഒരു പിക്കപ്പ് ലൈൻ വന്നിരിക്കുന്നത്. ഞാനിത് സജസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ വെനസ്ഡേ ആണ് ഇത് യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പം സാറ്റർഡേ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു 4 to 5 days ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് സജഷനായിട്ടൊന്നും പറയുന്നില്ല. ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. 1 month എന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് വർക്കൗട്ട് ചെയ്യുന്നതിന് ഒരു 30 to 40 minutes മുന്നെയാണ് ഇത് കൺസ്യൂം ചെയ്യേണ്ടത്. അപ്പം ഞാനിത് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരിക്കും. ജിമ്മിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ആയിരിക്കും അത് കുടിച്ചിട്ട് ഇറങ്ങാം. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ തലേന്ന് രാത്രിയിൽ തന്നെ ക്യുമിൻ സീഡും
ജിഞ്ചറും കൂടെ ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഒരു ഫ്ലാസ്കിനകത്താക്കി വെക്കും. അപ്പോൾ ഒരു ചെറിയ ചൂടുണ്ടാവും രാവിലെ, ചെറിയതല്ല അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. ആ ചൂടോടെ ആ വെള്ളം കുടിക്കാം. ഇതൊരു ഡീടോക്സ് ഡ്രിങ്കാണ് കേട്ടോ. ഇത് ഞാൻ സജസ്റ്റ് ചെയ്യാം, കാരണം എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് എൻ്റെ ഡയറ്റീഷ്യൻ പറഞ്ഞു തന്നതാണ്. സോ ഇതെനിക്ക് സജസ്റ്റ് ചെയ്യാം. മറ്റേതിൻ്റെ കേസ് ആക്ച്വലി എൻ്റെ ജിം ട്രെയിനർ ആൾ പറഞ്ഞ് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ChatGPTയിലൊക്കെ നോക്കിയപ്പോഴൊക്കെ നല്ലതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ ബാൽക്കണിയിൽ കുറച്ച് ചെടികളൊക്കെ ഞാനിപ്പം വെച്ച് പിടിപ്പിച്ചു. എൻ്റെ ഫ്രണ്ട്സും കുറച്ചേ ഉള്ളൂ, കാരണം ഞങ്ങൾ ഇവിടെ തന്നെയാണ് അലക്കിയിടുന്നത്. അപ്പോൾ അത്രയ്ക്കുള്ള സ്പേസ് ഇല്ല. പിന്നെ ആർക്കെങ്കിലും വന്ന് ഇരിക്കണമെങ്കിലും സ്പേസ് കുറവാണ്. അതുകൊണ്ട് ഒരുപാടൊന്നുമില്ല, കുറച്ച് ചെടികളൊക്കെ ഞങ്ങളൊന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ ക്യുമിൻ സീഡും ജിഞ്ചറും കൂടെ ഉള്ള വെള്ളം കുടിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മോർണിംഗിൽ എടുക്കുന്നത്, ഇതൊക്കെ മാൻഡേറ്ററി ആയിട്ട് ഞാൻ മോർണിംഗിൽ എടുക്കുന്നതാണ്. കുറേ നാൾ കൊണ്ട് ഞാൻ എടുക്കുന്നതാണ്, തെറ്റിക്കാതെ. ഇത് ആൽമണ്ടാണ്, അതായത് തലേന്ന് രാത്രിയിൽ 4 to 5 ആൽമണ്ട്സ് ഞാൻ ചെറിയൊരു ചൂടുവെള്ളത്തിനകത്ത് കുതിർത്ത് വെക്കും. ഈ ചൂടുവെള്ളത്തിനകത്ത് കുതിർത്ത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ അതിൻ്റെ തോട് പൊളിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇപ്പം ചില ആൽമണ്ടൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു തൊലി ഇളകി വരും. ഇതങ്ങനെ അല്ല, ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് എന്തെങ്കിലും ഒരു നൈഫ് കൊണ്ടൊന്ന് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഇളകി വരും. അപ്പോൾ അങ്ങനെ ഒരു 4 to 5 ആൽമണ്ട്സ് ഞാൻ ചൂടുവെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരിക്കും. അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിലോട്ട് ഇറങ്ങുന്നതിന് മുന്നെയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു വെള്ളം കുടിക്കുന്നത്, L-കാർണിറ്റ് അതിൻ്റെ വെള്ളം കുടിക്കുന്നത്. ആക്ച്വലി എൻ്റെ ഒരു ഫസ്റ്റ് 2 days എനിക്ക് ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നു കഴിച്ചപ്പോൾ. അപ്പം ഞാനിത് നിർത്തിയാലോ എന്ന് ആലോചിച്ചു. പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എക്സോസ്റ്റ് ആയി പോകുന്നു, എന്താണെന്ന് എനിക്കല്ല, പക്ഷേ ഭയങ്കരമായിട്ട് എക്സോസ്റ്റ് ആയി പോകുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായ 2 റീസൺസ് ഉണ്ടാവും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈവനിങ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈവനിങ് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നാമത് ഓഫീസിലൊക്കെ പോയി നല്ല ക്ഷീണിച്ചിട്ടല്ലേ വരുന്നത്. അപ്പം പിന്നെ ഈവനിങ് കൂടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല തളരും, അതായിരിക്കും റീസൺ. അതുപോലെ തന്നെ ഞാൻ കാർഡിയോ ഇപ്പോൾ എൻ്റെ വർക്കൗട്ട്സിനകത്ത് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾ സെറ്റ് ഫോർ ജിമ്മാണ്. ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ഇത് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചൊരു ലിപ് ബാമാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ അവൾ ട്രൈ ചെയ്യാൻ തന്നെയാണ്, നല്ല ലിപ് ബാമാണ്. പിന്നെ ഞാൻ പുട്ടപ്പ് ചെയ്യാനായിട്ട് ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്ക് ജിമ്മിലേക്ക് പോകാം. സമയം ഇപ്പം ഏകദേശം എത്ര മണി, 7 മണി ആയി കാണും. 7 മണിയല്ല, 7:10 അപ്പോൾ എനിക്കൊരു 8-8:30 ആകുമ്പോൾ 8:30-9 മണിയാകുമ്പോഴത്തേക്കെങ്കിലും എനിക്ക് തിരിച്ച് വരണം. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടീസൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ജിമ്മിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ വലിയ കാര്യത്തിലൊന്നും കൊണ്ടുപോകുന്നില്ല. വെള്ളം അവിടെ തന്നെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ വെള്ളം കൊണ്ടു പോയില്ല. ബട്ട് ബോട്ടിലെടുക്കേണ്ടി വരാം. ദാറ്റ്സ് എ പോയിന്റ്. ബോട്ടിൽ ഇനി എവിടെയാണെന്ന് പിടിക്കാം. എൻ്റെ ബോട്ടിൽ ഉണ്ട്. സോ ബോട്ടിൽ എടുക്കേണ്ടി വരും. പിന്നെ കാർഡിയോ ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്ക് സോക്സും ഷൂസും ഞാൻ ഇടാറില്ല. പിന്നെ ടവലുണ്ട്, പിന്നെ ഹെഡ്സെറ്റ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് നമുക്ക് പോയിച്ച് വരാം. അങ്ങനെ ഞാനൊരു 7:25 ആയപ്പോഴേക്കും ജിമ്മിലെത്തി. ഇതിൻ്റെ കാർഡിയോ സെഷനാണ് കേട്ടോ. മുകളിലാണ് സ്ട്രെയിൻ സെക്ഷൻസൊക്കെ വരുന്നത്. ഞാൻ ഇന്ന് കാർഡിയോ അല്ല ഉള്ളൂ, അപ്പോൾ ഞാൻ താഴെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു. നല്ലതാണ്, എല്ലാ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രൗണ്ട് എക്സസൈസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. മറ്റേ പഞ്ചിങ് ബാഗൊക്കെ ഉണ്ട്. ഞാൻ പോയിട്ടുള്ള ജിമ്മിലൊന്നും അത് കണ്ടിട്ടില്ല. പഞ്ചിങ് ബാഗൊക്കെ ഉണ്ട്. സൈഡിൽ നല്ല കുറച്ച് ഡ്രോയിങ്സ്, അതിനകത്ത് റൈറ്റിങ്സ് ഉണ്ട്. യു ക്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്.
അങ്ങനെ ഞാൻ വന്നിട്ട് ബാഗും പിന്നെ ബോട്ടിലും ഒക്കെ ഒരു സൈഡിലാക്കി. ആക്ച്വലി ഇന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ കാർഡിയോ സെഷനിലും ആളുകൾ കാണുന്നതാണ്. വാമപ്പ് ഒക്കെ ചെയ്യുന്നത് മിക്കുള്ളവരും ഇവിടെയാണ്. അത് കഴിഞ്ഞിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് മുകളിലോട്ട് പോകും. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കാം വലിയ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പുട്ടപ്പൊക്കെ ചെയ്തിട്ട് വാമപ്പ് സ്റ്റാർട്ട് ചെയ്തു. വാമപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് എനിക്ക് ട്രെയിനർ പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് വാമപ്പാണ്. എനിക്കൊരു 15 മിനിറ്റ്സാണ് ആക്ച്വലി വാമപ്പ് വരുന്നത്. സ്ട്രെങ്ത് ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്സ്, അല്ല കാർഡിയോ സെഷൻ ആണെങ്കിൽ 5 to 10 മിനിറ്റ്സിനുള്ളിൽ എനിക്ക് വാമപ്പ് തീർക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് കാർഡിയോ ആയതുകൊണ്ട് വലിയ രീതിക്ക് ഞാൻ വാമപ്പ് കൊടുക്കുന്നില്ല, ജസ്റ്റ് ലൈറ്റായിട്ടാണ് വാമപ്പ് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ എൻ്റെ ക്യാറ്റ് വാക്കൊക്കെ എൻ്റെ ഈ വാമപ്പ് സെഷനിൽ വരുന്നതാണ്. ഇത് പക്ഷേ ഈ കാർഡിയോ സെഷനിൽ എൻ്റെ ക്യാറ്റ് വാക്ക് ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിട്ട് അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ സെഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ടുള്ള എൻ്റെ അവസ്ഥയാണ്. നല്ല ക്ഷീണിക്കും. കാർഡിയോ ആണ്, 5 എക്സസൈസാണ് ചെയ്യാനുള്ളത്. അങ്ങനെ 3 സെറ്റാണ് അവൻ ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഞാൻ വിചാരിച്ചു 4 സെറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ വലിയതായിട്ട് പറഞ്ഞാൽ ടയേർഡായി, ബട്ട് സ്റ്റിൽ ഇതെൻ്റെ 3rd സെക്ഷൻ കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയാണ്. 3rd സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. പെയ്യാണ് എൻ്റെ 4th സെഷനൊക്കെ ചെയ്ത്. പിന്നെ ഈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഉണ്ടല്ലോ, കിട്ടുന്ന സുഖം അടിപൊളിയാണ്. ഇത് എൻ്റെ ഈ സെഷനിൽ ഒരു എക്സസൈസാണ് ഇത്, ഡംബൽ റൈസ്. അത് ഞാൻ ഒരു ഹാൻഡിൽ 1 സൈഡ് 30 ചെയ്യും, അതുപോലെ മറ്റേ സൈഡും ചെയ്യും. അങ്ങനെ ഒരു 5 എക്സസൈസാണ്. അത് എന്തൊക്കെയാണ് എക്സസൈസ് എന്നുള്ളത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഇതിനകത്ത് തന്നെ അത് ഇൻക്ലൂഡ് ചെയ്താൽ ഭയങ്കര വലിയ വീഡിയോ ആയിപ്പോൾ. ഓക്കെ, അതുപോലെ എനിക്ക് എടുക്കാനുള്ളൊരു സാവകാശവും കിട്ടിയില്ല. അങ്ങനെ ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ആര്യാസിലാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പോകുന്ന ജിമ്മ്, റിവെഞ്ച് ഫിറ്റ്നസ് ആണ്. ഇത് വരുന്നത് ട്രിവാൻഡ്രം USTയുടെ ബാക്ക് ഗേറ്റിന് അടുത്താണ്. ഓക്കെ, കറക്റ്റ് ഓപ്പോസിറ്റ് അല്ല, ബട്ട് കുറച്ചടുത്താണ്. അവിടെയാണ് USTയുടെ ബാക്ക് ഗേറ്റ്. ഇത് കുളത്തൂരോട്ട് പോകുന്ന വഴിയാണ്, അവിടെയാണ് വരുന്നത്. അരശുമൂടെന്നാണ് നമുക്ക് പ്രോപ്പറായിട്ട് പ്ലേസിനെ പറയാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആര്യാസിൽ വന്നിട്ട് ദോശ കഴിച്ചു. ആക്ച്വലി ഞാൻ കാർബ്സ് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ രാത്രിയിൽ ഒന്നും ഉണ്ടാക്കിയില്ല. ഞാൻ എന്തെങ്കിലും ഒരു റാഗി ദോശ അങ്ങനെ എന്തെങ്കിലും അരച്ച് വെക്കേണ്ടതാണ്. ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ പോയി ദോശ കഴിച്ചു. പിന്നെ സാറ്റർഡേ സൺഡേ ആണല്ലോ, കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഒരു ടീയും കുടിച്ചു. ടീ എടുക്കുമ്പോഴേ ഞാൻ ഷുഗർ ഇടാണ്ട് വിത്തൗട്ട് തന്നെയാണ് എടുക്കാൻ മാക്സിമം ശ്രമിക്കാറ്. എപ്പോഴും അങ്ങനെയല്ല. ഓക്കെ, ഇത് ഈ ആര്യാസ് വരുന്നത് അമ്പലമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അതായത് കഴക്കൂട്ടവും കാര്യവട്ടത്തിനും ഇടയ്ക്ക് ഒരു മിഡിലൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ഇത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 9:54 ആയപ്പോഴേക്കും ഫ്ലാറ്റിലെത്തി. എന്ത് സുഖമാണെന്നറിയോ, വർക്കൗട്ടൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങോട്ട് കയറുമ്പോഴേക്കും ഭയങ്കര കാറ്റാണ്. ഞാനത് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രത്യേകതയാണ്, കുറച്ച് താന്ന് നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഇവിടെ നല്ല ക്ലൈമറ്റാണ്, നല്ല കാറ്റാണ്. ഓക്കെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എനിക്കൊരു ഡ്രിങ്ക് എടുക്കാനുണ്ട്. അതായത് ഇത് റേസിൻസ് വെള്ളത്തിനകത്ത് തലേന്ന് കൂത്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇത് എടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. റേസിൻസിനകത്ത് ഒരുപാട് കെമിക്കൽസ് അടിച്ച് കയറി വരുന്നതാണെന്നാണ് ഞാനൊരു റിപ്പോർട്ട് വായിച്ചത്. സോ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതിങ്ങനെ സോക്ക് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് വിഷാംശങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ഇടയ്ക്ക് വെച്ചെന്നാൽ പിന്നെ നിർത്താമെന്ന് വിചാരിച്ചു. വീണ്ടും ഞാൻ പിന്നെ റീസ്റ്റാർട്ട് ചെയ്തതാണ്. സോ ഇതൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ച് നന്നായിട്ട് നല്ല വൃത്തിക്ക് അതൊക്കെ കഴുകിയിട്ടെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു 12:15 ആകുമ്പോഴേക്കും പോയാൽ മതി. അതുകൊണ്ട് ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വീക്ക്ലി 2 പ്രാവശ്യമാണ് കേട്ടോ റൂം ക്ലീൻ ആക്കുക, തൂക്കുകയും തുടയ്ക്കുകയും ചെയ്യുന്നത്. ഒരു വെനസ്ഡേയും പിന്നെ ഏതെങ്കിലും സാറ്റർഡേ സൺഡേ ഏതെങ്കിലും ഒരു ദിവസം. അപ്പോൾ ഞാൻ ആക്ച്വലി വെനസ്ഡേ ക്ലീൻ ചെയ്തായിരുന്നു, തുടക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പോൾ എന്തായാലും ഇനി എനിക്ക് തുടയ്ക്കണ്ട, തൂക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അത് തൂത്തു. പിന്നെ സ്പൈഡർ നെറ്റ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഹാളിൽ അതൊക്കെ ഞാൻ അടിച്ചു വാരി എന്നാണോ അതൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ജിമ്മിലൊക്കെ പോയിട്ട് വന്നിട്ട് എനിക്ക് ഒരിടം വരെ പോകണമെന്നുള്ളത്. ആക്ച്വലി
ഇത് സമേത ആയുർവേദിക്സിലാണ്. ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു സമേത ആയുർവേദിക്സിൽ പോകണമെന്നും അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നും. അപ്പോൾ അവിടെ ആക്ച്വലി ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം അങ്ങനെ 3 ടൈപ്പ് ട്രീറ്റ്മെൻറ്റാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ ഒരു പ്ലാനിങ് അനുസരിച്ച് ഞാൻ പ്ലാറ്റിനം ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് May 24. പക്ഷേ അന്നത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അന്ന് അവരെനിക്ക് അയച്ച മെസ്സേജ് ഞാൻ കണ്ടില്ലായിരുന്നു, ഞാൻ മിസ് ചെയ്തു. അപ്പോൾ എനിക്കത് ക്യാൻസലായിപ്പോയി. പിന്നെ ഞാൻ June 7 ഉള്ളൊരു ഡേറ്റാണ് എടുത്തിരിക്കുന്നത്, അതായത് ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഇന്ന് ഈ റെജുവിനേഷൻ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് വരുന്നതെന്ന് പറയുന്നത് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ്, ആഫ്റ്റർനൂൺ സെഷനിലാണ് ഈ റെജുവിനേഷൻ കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ടൈം സ്ലോട്ട് എന്ന് പറയുന്നത് 1:30 ആണ്. അപ്പോൾ ഇന്ന് 1:30 ആകുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ എത്തണം. ഇത് ട്രിവാൻഡ്രത്തും കൊച്ചിയിലും ഉണ്ട്. ഇതിപ്പോൾ ട്രിവാൻഡ്രത്ത് കവടിയാറിലാണുള്ളത്. ഞാനൊരു ഊബറൊക്കെ ബുക്ക് ചെയ്ത് പോവാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ ഇതിനു മുന്നേ വേറെ ആര്യ വൈദ്യശാലയല്ല, ആര്യാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി നടത്തുന്ന ഒരിടത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെയല്ല, അത് 1500 റുപ്പീസാണ്, ഇത് 5800 റുപ്പീസാണ് ഈ പ്ലാറ്റിനം ട്രീറ്റ്മെൻറ്റ്. അപ്പം അത് എങ്ങനെ വേർത്താണോ എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ ഒന്നറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ടു ബി എ ബ്രൈഡ് അതുകൊണ്ടാണ് പോകുന്നതെന്ന് അല്ല. ആക്ച്വലി നമുക്ക് സെൽഫ് കെയർ ഒക്കെ ഇഷ്ടമുള്ളവർ നമ്മൾ ഈ റെജുവിനേഷൻ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എന്തായാലും കൺസിഡർ ചെയ്യുന്നതാണ്. അതുപോലെയാണ് ഞാനും ഇത് കൺസിഡർ ചെയ്തിരിക്കുന്നത്. നോക്കാം എങ്ങനെയുണ്ട് എന്ന്, ഇത്രയും പൈസയ്ക്ക് ഇത് വേർത്താണോ എന്നൊക്കെ നോക്കാം. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോകുന്നത്, എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഇല്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് എനിക്ക് വീഡിയോസ് എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പറ്റുന്ന രീതിക്ക് ഞാൻ വീഡിയോസ് എടുക്കാം. ആക്ച്വലി അങ്ങനെ ഇപ്പോൾ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആരെങ്കിലും സപ്പോർട്ടിന് ഉണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്തു തരാനുള്ള സപ്പോർട്ടിനൊന്നും ആരും കാണത്തില്ല. പറ്റുന്ന രീതിക്ക് ഞാൻ എടുക്കാം. അപ്പോൾ 12:30 ഞാൻ വിചാരിക്കുന്നത് ഒരു 12:15 ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഊബറിൽ 24 മിനിറ്റ്സേ എടുക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ട്രാഫിക്കും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയാലോ എന്ന് ഞാൻ വിചാരിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത് വേറെ എന്താ, പിന്നെ വേറെ ഞാൻ ഒരു ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. ആക്ച്വലി ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു മേക്കപ്പ് ബോക്സ് എടുത്തിട്ടുണ്ട്. എന്തിനാ അത് എടുത്തതെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും നമ്മളുടെ ഒരു ബാഗ് കുറച്ച് പഴയതാണ്. ഓക്കെ, ഇതാണ് എൻ്റെ മേക്കപ്പ് ബോക്സ്. അത് സ്ഥിരം ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകുന്നൊരു മേക്കപ്പ് ബോക്സാണ്. ചീക്ക് എല്ലതും വേണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് മേക്കപ്പ് ബോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ആക്ച്വലി നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടർ ഗാർമെൻറ്റ്സ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് ബാഗിനകത്ത് എന്തൊക്കെ വേണമെന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബ്യൂട്ടി പൗച്ച് എന്ന് പറയും, അതെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അണ്ടർ ഗാർമെൻറ്റ്സിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ ക്ലിയർ അല്ല. ആക്ച്വലി ഞാൻ മുന്നേ പോയിരുന്ന ആ ഒരു ഒഴിച്ചിലിനകത്ത് അതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അണ്ടർ ഗാർമെൻറ്റ്സ് സെപ്പറേറ്റ് കൊണ്ടുവരണം. കാരണം ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ ഒരു എണ്ണയൊക്കെ ആയിട്ട് അതൊക്കെ നശിച്ചു, അതിനെ സെപ്പറേറ്റ് കൊണ്ടുവരണം. പക്ഷെ ഇതിനെനിക്കൊന്നും അവർ പറഞ്ഞിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല എന്താ വേണ്ടതെന്ന്. എന്തായാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ടവലും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുവരണം. പക്ഷേ അവരുടെ കേസിൽ, സമേതയുടെ കേസിൽ എനിക്ക് അവരൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ടവലെടുത്ത് വെച്ചിട്ടില്ല. പിന്നെ ഞാൻ ആക്സസറീസ് ഒക്കെ ഊരി, അതായത് എൻ്റെ മാല ഉണ്ടായിരുന്നു അത് ഊരി, പിന്നെ എൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ മാറ്റി. നോസ്പിൻ ഞാൻ മാറ്റിയിട്ടില്ല, ആക്ച്വലി ഇത് ഗോൾഡ് അല്ല, അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ടില്ല. പിന്നെ എന്തെങ്കിലും ഒരു കമ്മൽ ഇടണമെന്ന് ഞാൻ വിചാരിക്കണേ, അത് എന്തെങ്കിലും ഇടാം. ഇത് മാറ്റും, നല്ലൊരു കമ്മലിടാം. പിന്നെ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് അപ്പോൾ റിമൂവ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്ന സാധനമാണല്ലോ, അതുകൊണ്ട് ഈ 2 ഇട്ടിട്ടുണ്ട്. പിന്നെ ഹെയർ ഞാൻ വാഷ് ചെയ്തിട്ടില്ല, വേറെ ഒന്നുമില്ല. പിന്നെ നല്ലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോവുക, പറ്റുന്ന രീതിക്ക് ഞാൻ വീഡിയോ എടുക്കുക. അത് കഴിഞ്ഞു അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞൊന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഊബർ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 12-12:15 ആകുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. എനിക്കിനി ഡ്രസ്സൊക്കെ വാഷ് ചെയ്യണം, വേറെ ഒന്നുമില്ല. അപ്പം നമുക്ക് സ്ലോ മൂവ് ചെയ്യാം. സമയം ഒരുപാടുണ്ട്. ഞാൻ കുറച്ച് രാവിലെ എഴുന്നേറ്റോണ്ട്
ഇന്ന് ഒരുപാട് സമയമുണ്ട്. സാറ്റർഡേയും കൂടെ ആണ്, വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ഞാൻ പെയ്യെ പരിപാടിയിലേക്ക് പോവാം. അപ്പം നമ്മൾ പറഞ്ഞ പോലെ സമീത ആയുർവേദിക്സിലേക്ക് പോവുകയാണ് ഒരു റെജുവിനേഷൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് മേക്കപ്പും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അല്ലെങ്കിൽ ഞാനങ്ങനെ ഓഫീസിൽ പോകുമ്പോഴൊന്നും ഒരുപാട് മേക്കപ്പ് ഇടാറില്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു ടോണർ യൂസ് ചെയ്യും, മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യും, മാൻഡേറ്ററി ആയിട്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യും. പിന്നെ ഇപ്പോഴത്തെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് നല്ല ബ്രൈറ്റ് ആയതുകൊണ്ട് നമ്മൾ മേക്കപ്പ് ഇട്ട പോലെ ഒരു എഫക്റ്റ് നമുക്ക് എന്തായാലും വരും. അപ്പോൾ അങ്ങനെ ആദ്യത്തെ പോലെ ഞാൻ നല്ല ഒരു ടോണർ യൂസ് ചെയ്ത്, ഞാൻ പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് ടോണറാണ് യൂസ് ചെയ്തത്. അതിനുശേഷം ഹൈലറോണിക് ആസിഡാണ് എടുത്തത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ ഫേസിൽ എന്തിട്ടാലും കുറച്ച് നേരം അതിന് സമയം കൊടുക്കുക. മാക്സിമം 2 to 3 മിനിറ്റ്സ് എന്തായാലും കൊടുക്കുക. അതിനുശേഷം അടുത്ത പ്രോഡക്റ്റ് ഇടുക. ഓക്കെ, അത് നമ്മളെ ഫേസിൽ കേക്കി ആയിട്ട് കാണാനും അതിൽ നിന്നൊക്കെ നമ്മളെ സഹായിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ ചടപടേന്നായിരിക്കും എടുത്തിടുന്നത്. അപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നില്ല. ആ സ്കിന്നിലേക്ക് ഈ പ്രൊഡക്റ്റ് ഇറങ്ങാനൊരു സമയം നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സോ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു 3 പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഒരു 10 മിനിറ്റ്സെങ്കിലും അതിന് കൊടുക്കും. ഒരു പ്രൊഡക്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് എന്തായാലും അതിന് ടൈം കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു 2 to 3 മിനിറ്റ്സ് ടോണർ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് സമയം എടുത്താലേ അത് ഫേസിൽ പിടിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്തത്. പിന്നെ ഞാൻ കണ്ണ് എഴുതണ്ടെന്ന് ചോദിച്ചു. പിന്നെ ലൈറ്റായിട്ട് ഇനി ഒരു ഉറക്കം തോന്നിയ ലുക്ക് ഉണ്ടായിട്ട് ഞാൻ ലൈറ്റായിട്ട് കണ്ണെഴുതി കൊടുത്തിട്ടുണ്ടേ. അങ്ങനെ ഫൈനലി ഞാൻ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് മേക്കപ്പ് ഒന്നുമില്ല, ലൈറ്റായിട്ട് ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, ടോണർ ഇട്ട് മോയ്സ്ചറൈസർ ഇട്ട്. ഞാൻ കണ്ണ് എഴുതണ്ടെന്ന് ചോദിച്ചു. പിന്നെ ലൈറ്റായിട്ട് ഇവിടെ ജസ്റ്റ് ഒരു വാല് പോലെ വരച്ചിട്ട് പിന്നെ ഒരു ലിപ്സ്റ്റിക് കിട്ടും. ഇത്രയേ ഉള്ളൂ. ബാഗ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഓൾറെഡി എന്തൊക്കെയാണ് ബാഗിൽ എടുക്കുന്നതെന്ന്. ഹെയർ ഞാൻ ജസ്റ്റ് ഒരു പോണിറ്റെയിൽ പോലെ കെട്ടി. ജിമ്മിൽ നിന്ന് വന്നുകൊണ്ട് ഒരു നനവുണ്ട്, അപ്പം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെന്താ, ഞാൻ ഡ്രസ്സ് വാഷ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വിരിച്ചിടുമ്പോഴത്തേക്ക് എൻ്റെ ഊബറായിട്ട് വരും. അതിന് ഊബറിൽ കയറി പോവും. അപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാം. ഇതിനകത്ത് തന്നെ ഇടണമെന്നില്ല, വേറൊരു വീഡിയോ ആയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇടാം. ഓക്കെ, അപ്പം ബൈ ബൈ.